ചിത്രത്തിൻ്റെ തുടക്കത്തിൽ സോംബി വൈറസ് ആക്രമണം ലോകത്ത് നാശം വിതച്ച പശ്ചാത്തലമാണ് കാണിക്കുന്നത്. ഈ ആക്രമണത്തിൽ ലോകത്തിലെ ഭൂരിഭാഗം മനുഷ്യരും ഒന്നുകിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ വൈറസ് ബാധിച്ച് സോംബികളായി മാറുകയോ ചെയ്തിരുന്നു. അവശേഷിച്ച കുറച്ച് മനുഷ്യരെ ഗവൺമെൻറ് സ്വന്തം ക്യാമ്പുകളിൽ തടവുകാരെ പോലെ പാർപ്പിച്ചു. എന്നാൽ വളരെ കുറച്ച് അതിജീവിച്ചവർ ഗവൺമെൻറ് ക്യാമ്പുകളിൽ പോകാതെ സ്വന്തം വീടുകളിൽ ഒളിച്ചു താമസിച്ചു. അത്തരത്തിൽ താമസിക്കുന്ന റോറി എന്ന യുവതിയെയാണ് പിന്നീട് കാണിക്കുന്നത്. അവൾ ഭർത്താവിൻ്റെ കല്ലറയുടെ മുന്നിലിരുന്ന് കരയുകയായിരുന്നു. വൈറസ് ബാധിച്ച് സോംബിയായി മാറിയ ഭർത്താവിനെ അവൾക്ക് തന്നെ സ്വയം വെടിവെച്ച് കൊല്ലേണ്ടി വന്നിരുന്നു. കരഞ്ഞുകൊണ്ട് അവൾ വീടിനുള്ളിലേക്ക് കയറി. ഈ സമയത്ത് വൈറസ് ബാധിച്ചിരുന്ന ഭർത്താവിൻ്റെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയിരുന്ന തൻ്റെ മകളും മരിച്ചുപോയതായി അവൾ കാണുകയാണ്. മകളെ രക്ഷിക്കാൻ കഴിയാത്തതിൽ അവൾ മാപ്പ് പറഞ്ഞു. അവളുടെ ദുഃഖം നിമിഷ നേരം കൊണ്ട് ഭയത്തിലേക്ക് വഴിമാറുകയാണ്. കാരണം അവളുടെ മകൾ സോംബിയായി വീണ്ടും എഴുന്നേറ്റിരിക്കുന്നു. ഈ കാഴ്ച റോറിയെ ഞെട്ടിച്ചു. എന്നിരുന്നാലും മറ്റുള്ളവർക്ക് ഭീഷണിയാകുന്നതിന് മുൻപ് സ്വന്തം മകളുടെ തലയ്ക്ക് വെടിവെച്ചുകൊണ്ട് അവൾ മകളെ കൊലപ്പെടുത്താൻ നിർബന്ധിതയായി. സ്വന്തം കൈകളാൽ കുടുംബം മുഴുവൻ ഇല്ലാതാക്കിയ അവൾ പൂർണ്ണമായും തകർന്നു പോയിരുന്നു. അവൾ കടുത്ത വിഷാദത്തിലായി. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. 2 വർഷങ്ങൾ കഴിഞ്ഞു. റോറിക്ക് തൻ്റെ ദുഃഖത്തിൽ നിന്ന് പുറത്തു വരാനായി കഴിഞ്ഞിരുന്നില്ല. അതിനിടയിൽ മറ്റൊരു വലിയ പ്രശ്നം ഉടലെടുത്തിരുന്നു. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ വീടുകളിൽ അതിക്രമിച്ചു കയറി അതിജീവിച്ചവരെ തങ്ങളുടെ ക്യാമ്പിലേക്ക് ബലമായി കൊണ്ടുപോകാൻ തുടങ്ങുന്നു. അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ പുറത്തു കാണപ്പെട്ടവരെ അവർ നിഷ്കരണം കൊന്നൊടുക്കി. ഒരു ദിവസം റോറി തോക്കുമായി പുറത്തേക്ക് നടക്കാനിറങ്ങി. ഇത് കണ്ട് ദൂരേക്ക് പോകുന്നത് അപകടമാണെന്ന് അവളുടെ അമ്മായിപ്പൻ മുന്നറിയിപ്പ് നൽകി. എല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് എന്തിനാണ് നീ പേടിക്കുന്നത് എന്ന് ദുഃഖിതയായ റോറി തിരിച്ചു ചോദിച്ചു. ശേഷം കാണിക്കുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്നും രക്ഷപ്പെട്ടു വരുന്ന നോവ എന്ന യുവാവിനെയാണ്. ഉദ്യോഗസ്ഥർ അയാളെ പിന്തുടരുന്നുണ്ടായിരുന്നു. അയാളുടെ കൈവശം ഗവൺമെൻറ് കേന്ദ്രത്തിൻ്റെ ലോഗോ പതിച്ച ഒരു ബാഗുണ്ടായിരുന്നു. അതായത് അയാൾ അവിടെ നിന്ന് എന്തോ മോഷ്ടിച്ചാണ് ഓടിപ്പോകുന്നത്. ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ചുകൊണ്ട് അയാൾ കാട്ടിൽ വെച്ച് തൻ്റെ സുഹൃത്തിനെ കണ്ടു. രോഗം ബാധിച്ചവരെ ചികിത്സിക്കാനുള്ള സിറം താൻ മോഷ്ടിച്ചു. പക്ഷേ രക്ഷപ്പെടുന്നതിനിടയിൽ തനിക്ക് വെടിയേറ്റു എന്ന് നോവ സുഹൃത്തിനോട് പറഞ്ഞു. ഇനി നമ്മൾ ഒരുമിച്ച് ഓടാൻ ശ്രമിച്ചാൽ ഏജന്റുമാർക്ക് എളുപ്പത്തിൽ നമ്മളെ പിടികൂടാൻ സാധിക്കും. നീ നിൻ്റെ തൊപ്പി എനിക്ക് തന്നിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന് സുഹൃത്ത് അവനെ ഉപദേശിച്ചു. സുഹൃത്തിനെ ഉപേക്ഷിച്ചു പോകാൻ നോവ മടിച്ചെങ്കിലും നിൻ്റെ മകന് ഈ സിറം അത്യാവശ്യമാണെന്നും സമയം പാഴാക്കാനില്ലെന്നും സുഹൃത്ത് ഓർമ്മിപ്പിച്ചു. സുഹൃത്ത് നോവയുടെ തൊപ്പി വാങ്ങി. നോവ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അപ്പോഴേക്കും ഗവൺമെൻറ് ഏജന്റുമാർ അടുത്തെത്തിയിരുന്നു. വെടിയുതിർത്തുകൊണ്ട് നോവയുടെ സുഹൃത്ത് അവരെ വഴിതിരിച്ച് വിടാനായി ശ്രമിച്ചു. എന്നാൽ ലോകൻ എന്ന ഏജന്റിൻ്റെ കൂട്ടാളി പിന്നിലൂടെ വന്ന് തോക്ക് ചൂണ്ടി. സുഹൃത്ത് തിരിഞ്ഞു നോക്കിയുടൻ തോക്കിൻ്റെ പാത്തി ഉപയോഗിച്ച് തലക്കടിച്ച് അവൾ അയാളെ ബോധം കെടുത്തി. ബോധം വന്നപ്പോൾ അവർ ഇരുവരും ചേർന്ന് നോവയെക്കുറിച്ച് ചോദിച്ചു. പക്ഷേ സുഹൃത്ത് ഒന്നും തന്നെ പറയാൻ തയ്യാറായില്ല. ഇത് ലോകനെ പ്രകോപിപ്പിച്ചു. അവർ നോവയുടെ സുഹൃത്തിനെ വെടിവെച്ചു കൊന്നു. ദൂരെ എത്തിയിരുന്ന നോവ വെടിവെച്ചയുടെ ശബ്ദം കേട്ട് സുഹൃത്ത് കൊല്ലപ്പെട്ടെന്ന് മനസ്സിലാക്കി. ദുഃഖത്തോടെ അയാൾ മുന്നോട്ട് നീങ്ങി. ശേഷം കാണിക്കുന്നത് റോറിയെയാണ്. അവൾ നദിക്കരയിലിരുന്ന് മകളുടെ ഓർമ്മകളിൽ മുഴുകിയിരുന്നു. വിഷാദം അവളെ ഭ്രാന്തിയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചു. തൻ്റെ കുടുംബം പോയ സ്ഥലത്തേക്ക്, അതായത് സ്വയം ജീവനൊടുക്കാൻ അവൾ തീരുമാനിച്ചിരുന്നു. തോക്ക് കഴുത്തിൽ വെച്ച് വെടിവെക്കാൻ ഒരുങ്ങുമ്പോഴാണ് അടുത്തൊരു അപരിചിതമായ ശബ്ദം കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു കുതിരയും അതിൽ ആ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ ബാഗും തൂങ്ങിക്കിടക്കുന്നത് അവൾ കണ്ടു. അവളുടെ ഹൃദയമിടിപ്പ് കൂടി. അപ്പോഴാണ് അടുത്തൊരു മുറിവേറ്റ മനുഷ്യനെ അവൾ കാണുന്നത്. കാൽകൊണ്ട് തട്ടിയവൾ അവനെ നേരെ കിടത്തി. അത് നോവയായിരുന്നു. അവൻ്റെ നില വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു. വെടിയേറ്റ മുറിവ് പഴുത്ത് ഏത് നിമിഷവും മരിക്കാവുന്ന അവസ്ഥയിലായിരുന്നു അവൻ. ഭയന്ന റോറി അവിടെ നിന്ന് ഓടിപ്പോയി. എന്നാൽ കുറച്ചു ദൂരം ചെന്നപ്പോൾ അവളുടെ മനസ്സ് അവളെ തടഞ്ഞു. മനസ്സിലുണ്ടായ ഉൾപ്രേരണ കാരണം അവൾ നോവയെ കുതിരപ്പുറത്ത് കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവന്നു. റോറി അവനെ തൻ്റെ ഔട്ട് ഹൗസിൽ കിടത്തി. അവൻ്റെ ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ രോഗം ബാധിച്ചവരെ ചികിത്സിക്കാനുള്ള വാക്സിൻ അവൾ കണ്ടെത്തി. ആ വാക്സിൻ കണ്ടപ്പോൾ റോറിക്ക് സന്തോഷം തോന്നിയെങ്കിലും തനിക്ക് പ്രിയപ്പെട്ടവരെല്ലാം താൻ കൊന്നു കഴിഞ്ഞല്ലോ എന്നോർത്ത് അവൾ വിഷമിച്ചു. അവൾ വാക്സിൻ വീണ്ടും നോവയുടെ ബാഗിൽ വെച്ചു. വൈകുന്നേരം അമ്മായിയപ്പൻ വന്നപ്പോൾ റോറി പേടിയോടെ നോവയുടെ കാര്യം പറഞ്ഞു. ബാഗ് കണ്ടപ്പോൾ നോവ ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണെന്ന് അമ്മായിയപ്പന് മനസ്സിലായി. റോറിയുടെ ഈ മണ്ടത്തരത്തിൽ അയാൾക്ക് ദേഷ്യം വന്നു. കാരണം നോവയെ തേടി വരുന്നവർ ഇവരെയും അപകടത്തിലാക്കും. നോവയോടൊപ്പം ഇപ്പോൾ ഇവരുടെ ജീവനും അപകടത്തിലായിരിക്കുന്നു. ഔട്ട് ഹൗസിൻ്റെ വാതിൽ പൂട്ടിയിട്ട് നാളെ രാവിലെ ഇവനെ ഇവിടെ നിന്ന് ദൂരേക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണമെന്ന് അദ്ദേഹം റോറിയോട് പറഞ്ഞു. റോറി ഇതിൽ വിഷമിച്ചു. അത്താഴ സമയത്ത് അവളുടെ മൂഡ് മാറ്റാനായി അമ്മായിപ്പന് ശ്രമിക്കുകയും വീട്ടിലെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നഗരത്തിൽ പോയി CCTV ക്യാമറകൾ വാങ്ങണമെന്ന് പറയുകയും ചെയ്തു. ഈ വീട്ടിൽ നീ രക്ഷിക്കാൻ എന്തിരിക്കുന്നു എന്ന് പറഞ്ഞ്
റോറി അദ്ദേഹത്തെ ശകാരിച്ചു. റോറി മകളുടെ മുറിയിൽ പോയി കളിപ്പാട്ടങ്ങൾ പിടിച്ച് കരഞ്ഞു. ശേഷം കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്കാണ്. റോറി ഭർത്താവിനെയും മകളെയും കൊന്ന ദിവസം അവളുടെ മകളുടെ ജന്മദിനമായിരുന്നു. രോഗം ബാധിച്ചവരെ സഹായിക്കാൻ പുറത്തുപോയ ഭർത്താവിനായി അവർ കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹവും രോഗബാധിതനായിരുന്നു. സോംബിയായി മാറിയിരുന്ന അയാൾ തൻ്റെ മകളെയും ആക്രമിച്ച് രോഗിയാക്കി. അതുകൊണ്ടാണ് റോറിക്ക് ആദ്യം ഭർത്താവിനെയും പിന്നെ മകളെയും കൊല്ലേണ്ടി വന്നിരുന്നത്. റോറി ആലോചനയിൽ മുഴുകിയിരിക്കുമ്പോൾ പുറത്തെന്തോ ശബ്ദം കേട്ടു. അമ്മായിപ്പൻ്റെ മുറിയിൽ നിന്ന് ഔട്ട് ഹൗസിൻ്റെ താക്കോലെടുത്ത് അവൾ പുറത്തേക്ക് പോയി. ഔട്ട് ഹൗസിൽ നോവയുടെ കുതിര അസ്വസ്ഥനായിരുന്നു. നോവയെ അവിടെ കണ്ടില്ല. റോറി അവനെ തിരയുന്നതിന് മുൻപ് നോവ പിന്നിൽ നിന്ന് വന്ന് അവളുടെ വായ പൊത്തി ശബ്ദമുണ്ടാക്കാതെ ഇരിക്കാൻ പറഞ്ഞു. അവൾക്ക് സംസാരിക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ അവരുടെ ഗന്ധം പിന്തുടർന്ന് സോംബികൾ ഔട്ട് ഹൗസിലേക്ക് വന്നു. ഇത് കണ്ട് റോറി ഭയന്നു. അവർ വാതിലടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു സോംബി റോറിയെ പിടികൂടി. അത് അവളെ ആക്രമിക്കാൻ ഇറങ്ങുമ്പോൾ നോവ റോറിയുടെ തോക്കെടുത്ത് സോംബിയുടെ തലയ്ക്ക് വെടിവെച്ച് അവളെ രക്ഷപ്പെടുത്തി. അന്തരീക്ഷം ശാന്തമായപ്പോൾ റോറി നോവയോട് ചോദിച്ചു, നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റാണോ? നോവ മറുപടി നൽകി, അല്ല, ഞാനതിൽ ഒരാളല്ല. എൻ്റെ ബാഗ് എനിക്ക് തരൂ. നോവ ബാഗിനായി വെമ്പൽ കൊള്ളുന്നത് എന്തിനാണെന്ന് റോറിക്ക് അറിയാമായിരുന്നു. വിഷമിക്കേണ്ട, നിങ്ങളുടെ ബാഗ് സുരക്ഷിതമാണെന്ന് പറഞ്ഞവൾ അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലെത്തിയ ശേഷം അവൾ നോവയ്ക്ക് ഭക്ഷണവും വെള്ളവും നൽകി. നോവയ്ക്ക് കടുത്ത വേദനയുണ്ടായിരുന്നു. റോറി അവൻ്റെ മുറിവ് വൃത്തിയാക്കി. അതിനുശേഷം നോവ ഉടൻ തന്നെ അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞു. ഇന്നത്തെ രാത്രി ഇവിടെ തങ്ങുക. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് വീട്ടിലെത്താൻ കഴിയില്ല. ഒരു രാത്രി വിശ്രമിച്ച് ശക്തി സംഭരിച്ചാൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ എളുപ്പമാകും എന്ന് റോറി പറഞ്ഞു. നോവ അവളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. എൻ്റെ മകനെ 2 ദിവസം മുൻപ് രോഗം ബാധിച്ചു. അവനെ രക്ഷിക്കാൻ ഞാൻ ഈ സിറം എത്രയും പെട്ടെന്ന് അവൻ്റെ അടുത്തെത്തിക്കണം. അത് എൻ്റെ കടമയാണ്. നിങ്ങൾ വീട്ടിലെത്താൻ ഞാൻ തീർച്ചയായും സഹായിക്കാമെന്ന് റോറി വാക്ക് നൽകി. അങ്ങനെ അവൾ അവനെ ആ രാത്രിയിൽ അവിടെ താമസിക്കാൻ സമ്മതിപ്പിച്ചു. രാവിലെ നോവ കണ്ണു തുറന്നപ്പോൾ അമ്മായിയപ്പൻ തൻ്റെ നിലക്ക് തോക്കു ചൂണ്ടി നിൽക്കുന്നതായിരുന്നു അവൻ കണ്ടത്. ശബ്ദം കേട്ട് റോറിയും പുറത്തേക്ക് വന്നു. നിങ്ങളെന്താണ് ഈ കാണിക്കുന്നത്? നോവ ഗവൺമെൻറ്റിൻ്റെ ഏജൻ്റല്ല. നമ്മളെപ്പോലെ അതിജീവിച്ചയാളാണ്. രോഗം ബാധിച്ച മകന് വേണ്ടി സിറം മോഷ്ടിച്ച് കൊണ്ടുപോവുകയാണ്. മകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നയാൾ എന്നേക്കാൾ എത്രയോ നല്ലവനാണ്. ഞാൻ എൻ്റെ ഭർത്താവിനെയും മകളെയും കൊന്നുകളഞ്ഞവളാണല്ലോ, റോറി വികാരധീനയായി പറഞ്ഞു. റോറിയുടെ വാക്കുകൾ കേട്ട് അമ്മായിയപ്പനും വിഷമമായി. അയാൾ നോവയോടൊന്നും പറഞ്ഞില്ല. റോറി നോവയുടെ ഷർട്ട് മാറ്റാൻ തുടങ്ങുമ്പോൾ നോവയ്ക്ക് ശ്വാസം മുട്ടുന്നുണ്ടെന്ന് അമ്മായിപ്പൻ ശ്രദ്ധിച്ചു. അവൻ്റെ നെഞ്ചിൽ വായു നിറഞ്ഞിരിക്കുന്നു. ഡോക്ടർ ഇല്ലാത്തതിനാൽ അമ്മായിപ്പൻ തന്നെ വലിയൊരു അപകട സാധ്യത ഏറ്റെടുത്തു. ഒരു നേരിയ കത്രിക ഉപയോഗിച്ച് അവൻ്റെ നെഞ്ചിൽ കുത്തി കെട്ടിക്കിടന്ന വായു പുറത്തെടുത്തു. ഇപ്പോൾ നോവയുടെ നില മെച്ചപ്പെട്ടു. ശ്വാസമുടക്കാൻ കഴിയുമെങ്കിലും അമിതമായ രക്തസ്രാവം കാരണം അവൻ ബോധരഹിതനായി. ഇത് കണ്ടപ്പോൾ നോവയ്ക്ക് ഇനി സിറം മകൻ്റെ അടുത്ത് എത്തിക്കാൻ കഴിയില്ലെന്ന് റോറിക്ക് മനസ്സിലായി. ഈ വാക്സിൻ താൻ തന്നെ നോവയുടെ മകൻ്റെ അടുത്ത് എത്തിക്കാമെന്ന് റോറി തീരുമാനിച്ചു. ഇത് കേട്ട് അമ്മായിപ്പൻ അവളെ വഴക്കു പറഞ്ഞു. ഇത് നിന്റെ മകളല്ല. അയാളുടെ കാര്യത്തിന് വേണ്ടി ഇത്ര വലിയ അപകടം നീ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീടിൻ്റെ അലാം മുഴങ്ങി. അമ്മായിപ്പൻ CCTVയിൽ നോക്കിയപ്പോൾ 2 ഗവൺമെൻറ് ഏജന്റുമാർ പുറത്തു നിൽക്കുന്നത് കണ്ടു. നോവയെ പിന്തുടർന്നിരുന്ന ലോകനും കൂട്ടാളികളുമായിരുന്നു അത്. ഇത് കണ്ട് അമ്മായിയപ്പൻ ഉടൻ തന്നെ അകത്തേക്ക് വന്ന് റോറിയോടും നോവയോടും ഓടിപ്പോകാനായി ആവശ്യപ്പെട്ടു. നോവയ്ക്ക് അയാൾ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ഒരു ഇഞ്ചക്ഷൻ നൽകി. അമ്മായിപ്പനെ ഒറ്റയ്ക്കാക്കി പോകാൻ റോറിക്ക് മനസ്സിലായിരുന്നു. ഞാൻ നിങ്ങളുടെ പിന്നാലെ തീർച്ചയായും വരും എന്ന് അദ്ദേഹം അവർക്ക് വാക്കു നൽകി. അവർ ഓടി രക്ഷപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ലോകനും കൂട്ടരും വീടിൻ്റെ വാതിൽക്കലിലേക്കെത്തി. അവർ നോവയെക്കുറിച്ച് അമ്മായിയപ്പനോട് ചോദിച്ചു. പക്ഷേ അദ്ദേഹം താൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ആരെയും ഇവിടെ കണ്ടിട്ടില്ലെന്നും നുണ പറഞ്ഞു. ലോകൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ക്യാമ്പിൽ താമസിക്കാത്തത്? അദ്ദേഹം മറുപടി നൽകി, എൻ്റെ വീടിനു പിന്നിൽ ഞാൻ അടക്കം ചെയ്ത എൻ്റെ മകനെയും പേരക്കുട്ടിയെയും വിട്ടുപോകാൻ എനിക്ക് മനസ്സ് വന്നില്ല. അമ്മായിയപ്പൻ വളരെ വിദഗ്ധമായി നുണ പറയുകയായിരുന്നു. ഈ നേരത്ത് ലോകൻ്റെ ഒരു കൂട്ടാളി ഔട്ട് ഹൗസിൽ അന്വേഷണത്തിനായി എത്തിയിരുന്നു. അതിനാൽ നോവയ്ക്ക് അയാളെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നു. വെടിവെച്ച കേട്ടതോടെ നോവ അവിടെ ഉണ്ടെന്ന് ലോകന് മനസ്സിലായി. അവർ കാട്ടിലേക്ക് രക്ഷപ്പെടുകയാണെന്ന് അയാൾ മനസ്സിലാക്കി. റോറിയെയും നോവയെയും രക്ഷിക്കാൻ അമ്മായിയപ്പൻ ലോകനു നേരെ വെടിവെക്കുകയും അത് അയാളുടെ ഷോൾഡറിൽ കൊള്ളുകയും ചെയ്തു. പക്ഷേ അമ്മായിയപ്പനും നിരവധി വെടിയുണ്ടകളേറ്റു. റോറിയും നോവയും ഏജന്റുമാരുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. ദേഷ്യം വന്ന ഏജന്റ് ലോകൻ അമ്മായിയപ്പന് ഷോക്ക് നൽകി ക്രൂരമായി കൊലപ്പെടുത്തി. ലോകൻ്റെ ഈ ക്രൂരതയിൽ അവൻ്റെ അസിസ്റ്റൻറ്റിനെ വലിയ ദേഷ്യം വന്നു. ഈ മനുഷ്യൻ്റെ പ്രവൃത്തികൾ ഗവൺമെൻറ് ഉത്തരവിട്ട കാര്യങ്ങളായിരുന്നില്ല. ദുഷ്ടമായ സ്വന്തം ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് അവൻ പലരെയും കൊന്നൊടുക്കിയത്. ഒടുവിൽ അസിസ്റ്റൻ്റ് അവനോട് പറഞ്ഞു, നിങ്ങളുടെ ഈ പാപത്തിൽ പങ്കാളിയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കേട്ട് ലോകൻ കോപാകുലനായി. റോറിയെയും നോവയെയും ഒറ്റയ്ക്ക് പിന്തുടരാൻ അയാൾ തീരുമാനിച്ചു. ഈ നേരത്ത് നോവയും റോറിയും കാടിനടുത്തുള്ള സ്ഥലത്ത് എത്തിയിരുന്നു.
നീ വീട്ടിലേക്ക് തിരിച്ചു പോകൂ, ഞാൻ ഇനി തനിച്ച് പോയിക്കോളാം. നോവ റോറിയോട് പറഞ്ഞു. ഇല്ല, ഞാൻ നിൻ്റെ വീട് വരെ കൂടെ വരും. എനിക്ക് എൻ്റെ മകനെയും ഭർത്താവിനെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിൻ്റെ മകനെ രക്ഷിക്കാൻ ഞാൻ സഹായിച്ചില്ല എന്നുള്ള കുറ്റബോധത്തോടെ എനിക്ക് മരിക്കാൻ കഴിയില്ല, റോറി പറഞ്ഞു. അവളുടെ അവസ്ഥ മനസ്സിലാക്കി നോവ തലയാട്ടി. സോംബികൾക്ക് അവരുടെ ഗന്ധം തിരിച്ചറിയാൻ കഴിയാത്തൊരു സ്പ്രേ റോറി അവൾക്ക് നൽകി. അത് സുരക്ഷിതമായി വീട്ടിലെത്താൻ സഹായിക്കുമെന്നും പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോഗൻ അവരുടെ പുറകിലേക്ക് എത്തിയിരുന്നു. ദൂരെ നിന്ന് അയാൾ വെടിയുതിർക്കാൻ ആരംഭിച്ചു. അതിലൊരു വെടിയുണ്ട നോവയുടെ ദേഹത്ത് കൊണ്ടു. അവർക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. കുറച്ചു ദൂരം ഓടിയ ശേഷം അവർ ഒളിച്ചിരുന്നു. ഇനി തനിക്ക് വീട്ടിലെത്താൻ കഴിയില്ലെന്ന് നോവയ്ക്ക് മനസ്സിലായി. അവൻ റോറിക്ക് തൻ്റെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു. ദയവായി എൻ്റെ മകൻ്റെ ജീവൻ രക്ഷിക്കണം എന്നപേക്ഷിച്ചു. ബാഗ് നൽകിയിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി അവൻ അവളോട് പറഞ്ഞു. പിന്നീട് നോവ ലോഗനുമായി പോരാടാനുള്ള ശക്തിക്കായി അമ്മായിപ്പ നൽകിയിരുന്ന ആ ഒരു ഇഞ്ചക്ഷൻ തൻ്റെ ശരീരത്തിലേക്ക് കുത്തിവെച്ചു. ലോഗൻ റോറിയുടെ അടുത്തേക്ക് എത്തുന്നത് തടയുവാൻ മുറിവേറ്റ നോവ എഴുന്നേറ്റ് ധൈര്യം സംഭരിച്ച് ലോഗനെ തടയാനായി ശ്രമിച്ചു. ലോഗൻ വീണ്ടും അവനെ ആക്രമിച്ചു. പക്ഷേ ഇത്തവണ തോക്കുകൊണ്ടല്ല, മറിച്ച് കത്തി ഉപയോഗിച്ചാണ് ആക്രമിച്ചത്. ലോഗൻ അവനേക്കാൾ ശക്തനായിരുന്നു. എന്നിരുന്നാലും മകനെ രക്ഷിക്കാനുള്ള നോവയുടെ ആഗ്രഹം അവനെ മരണത്തിനു കീഴടങ്ങാൻ അനുവദിച്ചില്ല. വയറ്റിൽ കൂർത്ത മരക്കഷ്ണം കുത്തിക്കയറിയിട്ടും നോവ ലോഗൻ്റെ കത്തിയെടുത്ത് അവൻ്റെ കഴുത്തിൽ കുത്തി. ലോഗൻ്റെ തന്നെ ആയുധം ഉപയോഗിച്ച് അവന് ഷോക്ക് നൽകി. ശേഷം വീണു കിടന്നിരുന്നവൻ്റെ തോക്കെടുത്ത് നോവ ലോഗനെ വെടിവെച്ചു കൊന്നു. വെടിവെച്ചവരുടെ ശബ്ദം കേട്ട് ഓടിക്കൂടിയ സോംബികൾ നോവയെയും ക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. ഇതേസമയം റോറി കാട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാത്രിയായതിനാൽ നിരവധി സോംബികൾ അവളെ പിന്തുടർന്നിരുന്നു. എങ്ങനെയോ അവൾ അതിസാഹസികമായി സോംബികളിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു മരത്തിന് പിന്നിൽ ഒളിച്ചു. സോംബികളെ അകറ്റി നിർത്തുന്ന സ്പ്രേ തൻ്റെ മേൽ തെളിച്ചു. വീണ്ടും ഓടാൻ തുടങ്ങിയപ്പോൾ അവളുടെ കാൽപ്പെരുമാറ്റം കേട്ട് ഒരു സോംബി അവളെ പിന്തുടർന്നു. പിന്നിൽ നിന്നും വന്ന സോംബി അവളെ പൊടുന്നനെ ആക്രമിച്ചു. പക്ഷേ റോറി തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് അതിനെ താഴെയിട്ട് അടുത്തു കിടന്നിരുന്ന കല്ലുപയോഗിച്ച് അതിൻ്റെ തല തകർത്ത് അതിനെ കൊന്നു. അതിനെ കൊന്ന ശേഷം ലോകം കീഴടക്കിയ ഒരു സംതൃപ്തി അവൾക്ക് തോന്നി. സംതൃപ്തിയോടെ എഴുന്നേറ്റപ്പോൾ ആ സോംബി അവളെയും കടിച്ചിരിക്കുന്നുവെന്ന് അവൾ മനസ്സിലാക്കി. എങ്കിലും അവൾ ആ ആൻറ്റിഡോസ് അവൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നില്ല. അത് നോവയുടെ കുട്ടിക്ക് കൊടുക്കണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. താനും ഉടൻ തന്നെ രോഗബാധിതയാകുമെന്ന് അവൾ മനസ്സിലാക്കി. ഈ ഞെട്ടലിൽ നിൽക്കുമ്പോൾ മകൾ അവളെ കാത്തിരിക്കുന്ന ഒരു ദർശനം അവൾക്ക് ലഭിച്ചു. ഇത് കണ്ടപ്പോൾ അവൾ പരാജയപ്പെടില്ലെന്ന് അവൾ തീരുമാനിച്ചു. വളരെ ക്ഷീണിതയായെങ്കിലും അവൾ നോവയുടെ വീട്ടിലേക്കുള്ള യാത്ര തുടർന്നു. ഈ ഒരു സമയത്തെല്ലാം അവളുടെ ശരീരത്തിൽ വൈറസ് വ്യാപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നേരം വെളുക്കുന്നതിന് മുൻപ് അവൾ നോവയുടെ വീട്ടിലേക്കെത്തി. അവൾ ബാഗ് വാതിലിന് മുന്നിൽ വെച്ച് വാതിൽ മുട്ടിയിട്ട് പിന്നോട്ട് മാറി. വാതിലിൻ്റെ മറുവശത്ത് നിന്ന് നോവയുടെ അമ്മ പുറത്തു വന്നു. വാതിൽക്കലിൽ കിടക്കുന്ന നോവയുടെ ബാഗ് കണ്ട് അവർ പരിഭ്രാന്തയായി നോവയെക്കുറിച്ച് റോറിയോട് ചോദിച്ചു. റോറിക്കൊന്നും പറയാൻ കഴിയാതെ കരഞ്ഞുപോയി. ഇത് കണ്ടപ്പോൾ നോവയുടെ അമ്മയ്ക്ക് മകൻ മരിച്ചെന്ന് മനസ്സിലായി. അവർ ആ ബാഗ് എടുത്തു. അതിനുശേഷം റോറിയോടി നദിക്കരയിലേക്കെത്തി. താനിപ്പോൾ ഒരു സോംബിയായി മാറുമെന്നും ഇവിടെ നിന്നാൽ മറ്റുള്ളവർക്ക് ഭീഷണിയാകുമെന്നും അവൾക്കറിയാമായിരുന്നു. നദിക്കരയിലിരിക്കുമ്പോൾ അവൾക്ക് വീണ്ടും ഒരു ദർശനം ലഭിച്ചു. താൻ മകളെ കാണാൻ പോവുകയാണെന്നും മകൾ അവളെ കാത്തിരിക്കുന്നുണ്ടെന്നും ഇതാലോചിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ അവൾ തോക്ക് കഴുത്തിൽ വെച്ച് സ്വയം വെടിവെച്ച് മരിച്ചു. അവസാന നിമിഷം അവളുടെ കണ്ണുകൾ മാറുന്നത് കാണിക്കുകയാണ്. അതായത് അവൾ ആത്മഹത്യ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവൾ ഒരു സോംബിയായി മാറുമായിരുന്നു. എന്നാൽ അവൾ സ്വയം വെടിവെച്ച് മരിച്ച് ഈ ലോകത്തൊരു സോംബി കൂടി ഉണ്ടാകുന്നത് തടഞ്ഞിരിക്കുന്നു. ഈ രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുകയാണ്.